ബ്രോഷർ പ്രകാശനം നടത്തി. പഴയന്നൂർ വടക്കെത്ര മുതലിമാർത്തറ കിഴക്കേ മാരിയമ്മൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിന്റെയും മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന്റെയും ബ്രോഷർ പ്രകാശനം പ്രൊഫസർ നിർമ്മല സത്യൻ നിർവഹിച്ചു. ആർ ശിവകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എൻ കൃഷ്ണൻകുട്ടി, എ മണികണ്ഠൻ എന്നിവർ ആദ്യ പ്രതി കൈമാറി. എ രവീന്ദ്രൻ ഉപഹാര സമർപ്പണവും നടത്തി. ബി ദീപുകുമാർ നന്ദി പറഞ്ഞു. ഫെബ്രുവരി 25, 26, 27 തീയതികളിലാണ് പ്രതിഷ്ഠാദിനവും പൂജാ മഹോത്സവവും നടക്കുന്നത്. പ്രധാനപ്പെട്ട തിരുവാതിര നക്ഷത്രം തന്നെയാണ് അല്ലെ. മഹാദേവന്റെ പിറന്നാളാണ്. പാർവതി ദേവിയെ പരിണയിച്ച ദിവസമാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ വ്രത പ്രാധാന്യമുള്ള ഉത്സവമാണ് തിരുവാതിര. നമുക്ക് ആഘോഷങ്ങളുള്ള ഉത്സവങ്ങൾ കുറേ ഉണ്ട്. തിരുവോണം അതൊരു ഉത്സവമാണ്. നമ്മളൊന്നുകൂടി അതുപോലെ ശിവരാത്രി അത് ആചാരാനുഷ്ഠാനങ്ങളുള്ളതാണ്. നമുക്ക് കേരളീയരുടെ അല്ലെങ്കിൽ ഭാരതത്തിലെ ഒരുപാട് ആചാരങ്ങൾ നമ്മൾ നടത്താറുണ്ട്. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണത്. അതൊക്കെ ചേർന്നാലാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ ദേവീ കൃപ കൊണ്ട് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു സന്ദർഭം ഒത്തുകൂടി ഇവർ വന്ന് പറഞ്ഞു. എനിക്കും സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്താൻ സാധിച്ചു. ഈ ചടങ്ങ്, അതായത് ഈ ദേവിയുടെ ഉത്സവം പ്രതിഷ്ഠാദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. 20-ാം തീയതി തൊട്ടല്ലേ 19 മുതൽ 27 വരെയുള്ള ദിവസങ്ങള് വളരെ ഈ ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ ഈ കോവിലിന് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അപ്പൊ അതായത് മാരിയമ്മ എന്ന് പറയുന്നത് ആദിപരാശക്തി തന്നെയാണ്. പറഞ്ഞത് മൂകാംബിക ദേവി പോലും മാരിയമ്മയാണെന്നാണ് സങ്കല്പമല്ല, വനദുർഗയാണ്. അപ്പൊ വനത്തിലെ കാവുകളാണ് ഇതെല്ലാം. പണ്ട് ഇത്ര വലിയ വലിയ ക്ഷേത്രങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ആളുകൾ ആരാധിച്ചിരുന്നത് കാവുകളെയാണ്. നമുക്കൊക്കെ അറിയാം, സർപ്പക്കാവ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള കാടുകളൊക്കെ കാവുകളായിട്ടാണ്. അപ്പൊ അവിടെ നമുക്ക് വലിയ വലിയ ചടങ്ങുകളൊന്നും ഇല്ലെങ്കിലും ദേവി പ്രസാദിച്ചിരുന്നു. ആ നാടിനെ, അവിടുത്തെ ആളുകളെ സംരക്ഷിക്കുന്നത് അവിടെ കുടിയിരിക്കുന്ന ആ ശക്തി തന്നെയാണ്. ഇപ്പൊ ദേവി ഇവിടെ മാരിയമ്മയുടെ സങ്കല്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും തല മാത്രമാണ് അമ്പലത്തില്, ബാക്കി ദേഹം ഈ ഗ്രാമത്തിൽ നിറഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ദേഹവാസികളാണ് ഈ അമ്മയുടെ ശരീരം. അപ്പൊ അമ്മയുടെ ശരീരത്തില് ആ ദേശവാസികളുടെ ആരോഗ്യം പോലും ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ നിർണയിച്ചിരിക്കുന്നു. അപ്പൊ ഈ ചൈതന്യം വർദ്ധിക്കുന്നതോറും ഈ ഗ്രാമവാസികളുടെ ആരോഗ്യം, സമ്പത്ത്, ഐശ്വര്യം, സമാധാനം ഇതെല്ലാം വർദ്ധിച്ചു വരും. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ഈ കോവിലിന്റെ ദേവിയെ നമ്മൾ പരിരക്ഷിക്കുന്നു, എത്രത്തോളം പ്രാധാന്യത്തോടെ കാണുന്നുവോ അത്രത്തോളം സന്തോഷവും സമാധാനവും ഇതിനോട് ബന്ധപ്പെട്ടവർക്ക് കിട്ടും. തീർച്ചയാണ് അതൊരു ദേവീ സങ്കല്പം തന്നെയാണ്. കാരണം നമുക്ക് നാട്ടിലൊക്കെ മഴയുണ്ട്, വെള്ളം കിട്ടുന്ന പോലെ നമ്മൾ കിണർ കുഴിച്ച് കിണറുന്നല്ലേ വെള്ളം എടുക്കുക. അതേപോലെ നമുക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോവിലുണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ആവശ്യം